ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്നൊരു ചുടി ബോട്ടമാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊരു ലാർജ് സൈസിലാണ് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ കുറച്ചേറെ വണ്ണം ഉള്ളവർക്ക് ഒക്കെ വളരെ സിമ്പിളായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇനി വണ്ണം കുറഞ്ഞവർക്കും ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഞാൻ എടുക്കുന്ന സമയത്ത് അതിൻ്റെ മെത്തേഡ് പറഞ്ഞു തരാവേ, എന്ത് ചെയ്താൽ മതി എന്നുള്ളത്. ഈ ഒരു ലാർജ് സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നമ്മളുടെ ഹിപ്പ് അളവ് ഒരു 36 ടു 42 വരെ നമുക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അളവിൽ കട്ട് ചെയ്താൽ ഉപയോഗിക്കാവേ. അപ്പോൾ 42 വരെയാണെങ്കിൽ ഈ കട്ട് ചെയ്യുന്ന അളവിൽ കറക്റ്റായിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മളുടെ അളവ് 36 38 ഒക്കെയാണ് ഹിപ്പ് അളവെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കൊടുത്തേച്ചാൽ മതി. അതൊക്കെ എങ്ങനെയാണെന്ന് ഈ വീഡിയോയിൽ പറഞ്ഞു തരാവേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മളുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമ്മളുടെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് തന്നെയാണ്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. നമ്മളിവിടെ 2.5 മീറ്റർ ക്ലോത്താണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു ക്ലോത്തിൻ്റെ വിഡ്ത്ത് പറയുന്നത് 43 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ ചുടി ബോട്ടം കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് വാങ്ങിക്കണേ. അത് 2 മീറ്റർ ആണെങ്കിലും മതി. നമ്മളിപ്പോൾ 2.5 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ട്. 2 മീറ്റർ കൊണ്ട് വേണമെങ്കിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി എന്നേ. നമ്മൾ ഈ ക്ലോത്തിനെ രണ്ടായിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. ഏത് അളവുകാരാണെങ്കിലും രണ്ടായിട്ടാണ് ഇങ്ങനെ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്കിതിൻ്റെ വിഡ്ത്തൊന്ന് കറക്റ്റായിട്ട് ഇങ്ങനെ അളന്ന് തന്നെ കാണിക്കാവേ. നമുക്കിപ്പം ഇങ്ങനെ അളക്കുമ്പോൾ ഒരു 43 ഇഞ്ച് വിഡ്ത്തുണ്ട്. ഇതിൽ കുറവുള്ള വിഡ്ത്താണെങ്കിൽ നമുക്ക് കുറഞ്ഞ വിഡ്ത്തിലുള്ള ക്ലോത്ത് ആണെങ്കിൽ ചുടി ബോട്ടം കട്ട് ചെയ്യാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിഡ്ത്തുള്ള ക്ലോത്ത് നോക്കി എടുത്തോണം. നമ്മൾ ആ ക്ലോത്തിനെ ഇതുപോലെ രണ്ടായിട്ട് എടുക്കുകയാണ് ആദ്യമേ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഇങ്ങനെ മടക്കിയതിന് ശേഷം അതിനെ നമ്മൾ കോർണർ ടു കോർണർ മടക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ ഇതുപോലെ കോണോട് കോണ് മടക്കി കൊടുത്തിരിക്കുകയാണ്. ഇപ്പോൾ ടോട്ടൽ 4 ആയിട്ടാണ് നമ്മുടെ ക്ലോത്ത് കിട്ടുന്നത്. ഈ രീതിയിലാണ് നമ്മൾ മടക്കി കൊടുക്കേണ്ടത്. എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്നത് പോലെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെയാണ് 4 ആയിട്ട് ഇങ്ങനെ മടക്കി നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഒരു പേപ്പറെ കാണിക്കുക. ഇതിപ്പം 2 മീറ്റർ ക്ലോത്താണ്, 43 ഇഞ്ച് വിഡ്ത്തുള്ള ക്ലോത്താണെന്ന് വിചാരിക്കുക. എന്നിട്ട് അതിനെ നമ്മൾ ആദ്യമേ ഇതുപോലെ രണ്ടായിട്ട് അങ്ങ് മടക്കുകയാണ് ചെയ്യുന്നത്. അപ്പം 2 സൈഡിൽ ഓരോ മീറ്റർ വീതം നമുക്കിപ്പോൾ കിട്ടുന്നു. 2 മീറ്ററേ നമ്മൾ വാങ്ങിച്ചിട്ടുള്ളെങ്കിൽ തന്നെ 2 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ കട്ട് ചെയ്യാൻ പറ്റുമേ. ഇനി നമ്മൾ ഇതുപോലെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി കൊടുത്തതിനെ നമ്മൾ ഇതുപോലെ കോർണർ ടു കോർണർ ഇതുപോലെ നമ്മൾ മടക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ രീതിയിൽ ഇങ്ങനെ നമ്മൾ മടക്കി കൊടുക്കണം. അപ്പം നമുക്ക് ഇതേ രീതിയിലാണ് നമ്മളിപ്പോൾ നമ്മുടെ ക്ലോത്തിനെ മടക്കി കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ ഇപ്പം 4 ആയിട്ടാണ് നമ്മുടെ ക്ലോത്ത് കിട്ടുന്നത്. ഈ രീതിയിലായിരിക്കണം നമ്മൾ മടക്കി ഇടേണ്ടത്. ഇനി നമ്മൾ ഈ കോർണർ ഭാഗത്തേക്ക് ഒരു പേപ്പർ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സാധാ ഒരു പത്ര പേപ്പർ എടുത്ത് ഇങ്ങനെയാണ്. ഇതൊരു സിമ്പിൾ മെത്തേഡാണ്. നല്ല രീതിയിൽ നമുക്കിത് കട്ട് ചെയ്യാൻ സാധിക്കുക. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ നമ്മൾ ഇതിന് മുന്നേയും ചുടി ബോട്ടം ഇട്ടിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഈ ഒരു മെത്തേഡല്ലേ യൂസ് ചെയ്തിരിക്കുന്നത്, ഫോർമുല ഉപയോഗിച്ചുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. ഇനി നമ്മൾ ഈ പേപ്പറും നമ്മളുടെ ഈ ക്ലോത്തിൻ്റെയും കൂടെ കോർണറിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഒരു 17 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണ്. ഒരു ലാർജ് അളവിന് വേണ്ടിയാണ് നമ്മൾ ഈ 17 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മളുടെ ഹിപ്പ് അളവ് ഒരു 42 ഇഞ്ച് വരെ ഉള്ളവർക്ക് ഈ ഒരു 17 ഇഞ്ച് വരെ മാർക്ക് ചെയ്താൽ മതി. അപ്പം 36 ഹിപ്പ് അളവുള്ളവർക്കും ഇത് അളന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അത് ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാവേ. ഇനി നമ്മൾ ക്രോച്ച് ഏരിയയാണ് മാർക്ക് ചെയ്യുന്നത്. അത് 10.5 ഇഞ്ചാണ്. ഇപ്പം 36 തൊട്ട് നമ്മളുടെ 42 വരെയുള്ളവർക്കും ഈ ഒരു 10.5 ഇഞ്ച് തന്നെയാണ്. ഹിപ്പളവുള്ളവരുടെ കാര്യമാണ് പറയുന്നത്. ഹിപ്പളവുള്ളവർക്കും ഈ 10.5 ഇഞ്ച് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ മുകൾ പോയിൻറ്റിൽ നിന്ന് ഒരു 15 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഈ ഒരു ചുടി ബോട്ടം എന്ന് പറയുന്നത് ലാർജ് അളവുകാർക്ക് വേണ്ടിയുള്ളതാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന അളവിലുള്ള എല്ലാവർക്കും 15 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു നമ്മുടെ ക്ലോസ് ആയ ഭാഗത്തു നിന്ന് നമ്മൾ ഇങ്ങോട്ട് നമ്മളൊരു 12 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ 12 ഇഞ്ച് ഈ പോയിൻറ്റിൽ നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്.
ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ പേപ്പറും നമ്മളുടെ ഈ ക്ലോത്തൂടെ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. നമ്മളുടെ ഈ ഒരു ചുടി ബോട്ടം എന്ന് പറഞ്ഞാൽ ലാർജ് അളവുകാർക്കാണ്. അതൊരു 36 തൊട്ട് നമ്മളുടെ 42 വരെ ഹിപ്പ് സൈസ് ഉള്ളവർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെയൊന്ന് വരച്ചുകൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ല നീറ്റായിട്ട് ഇത്രയും ഭാഗം നമ്മളിങ്ങനെ ക്ലിയർ ചെയ്ത് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മളുടെ ഈ മുകൾ ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ 12 മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്കാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ക്ലോത്ത് വിസിബിലിറ്റിക്കായിട്ട് ഇങ്ങനെയൊന്ന് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ 12 ഇഞ്ചിൽ നിന്ന് നമ്മൾ എവിടെയാണോ 10 ഇഞ്ച് വരുന്നത് അവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ 10 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ 10 ഇഞ്ച് പോയിന്റിലേക്ക് നമ്മളൊരു 7.5 ഇഞ്ചാണ് വിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 7.5 ഇഞ്ച് എവിടെ വരുന്നോ അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ ഒരു മെഷറും നമ്മളെല്ലാ മെഷറും ഇവിടെ എഴുതുകയാണ് പോകുന്നത്. അപ്പം നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം. ലാർജ് ഒരുവിധം നമുക്ക് കുറച്ചേറെ വണ്ണമുള്ളവർക്കെല്ലാം ഈ ഒരു മെത്തേഡ് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല കംഫർട്ടായിട്ട് നമുക്കിത് യൂസ് ചെയ്യാവേ. ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് 10 ഇഞ്ച് വീണ്ടും നമ്മൾ 10 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു പോയിന്റിൽ 6 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെയാണ് നമ്മളിങ്ങനെ വിട്ട് കൊടുക്കുന്നത്. 6 ഇഞ്ച് മതി നമുക്കിനി ഈ ഒരു പോയിന്റിലെ വിട്ട്. ഈ മുകളിൽ നിന്ന് 10 ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വിട്ട് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ നല്ല മാർക്ക് ചെയ്ത് കൊടുത്ത് ആ ഒരു പോയിന്റും നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ വീണ്ടും നമ്മളുടെ ക്ലോത്തിനെ ഇതുപോലെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു ക്ലോത്തിന് ഇങ്ങനെ മടക്കിയിട്ടപ്പം ഈ ഒരു അടിഭാഗത്ത് ഇതുപോലെ കയറ്റി ഇറക്കം വരുവേ. അപ്പം നമുക്ക് ഈ 6 ഇഞ്ച് വിട്ട് എവിടെയാണോ നമുക്ക് കിട്ടുന്ന അവിടം വരെ നമ്മളങ്ങ് എടുക്കുകയാണ്. അപ്പം നമുക്ക് ഏറെ ചുരുക്ക് കിട്ടും. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്ത് കിട്ടും. അത് എവിടെയാണെന്നുള്ളത് നമ്മൾ നമുക്ക് ഈ ഒരു കാണാവുന്ന വശത്ത് നമ്മൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേ. എന്നിട്ട് ഈ ഒരു ഭാഗത്തും നമ്മൾ 5 ഇഞ്ചും പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പെന്നുള്ള കണക്കാണ് നമ്മൾ 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു നോർമൽ മിക്കവർക്കും ഈ ഒരു ബോട്ടം ഭാഗത്ത് 5-ഓ 6-ഓ ഇഞ്ചോ ഒക്കെ കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു 6 ഇഞ്ചാണ് അങ്ങ് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുകയാണ്. ഇത്രയും ഭാഗം നമുക്ക് നല്ല ചുരുക്ക് കിട്ടാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ എല്ലാ ക്ലോത്തിനും അത്രയൊന്നും കിട്ടത്തില്ല. ഒരു 10 ഇഞ്ച് വരെയൊക്കെ കിട്ടത്തുള്ളൂ. നമ്മളുടെ ക്ലോത്തിൻ്റെ അവൈലബിലിറ്റി പോലെ ഇരിക്കുവേ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 19 ഇഞ്ചോളം ആ ഒരു ലെങ്ത് അവിടെ കിട്ടിയിട്ടുണ്ട്. അതിപ്പോൾ എല്ലാ ക്ലോത്തിനും കിട്ടുകയില്ല. നല്ല വീതിയുള്ള ക്ലോത്തിന് മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടത്തുള്ളൂ. നമ്മളിപ്പോൾ 2.5 മീറ്റർ ക്ലോത്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 മീറ്ററേ ഉള്ളെങ്കിൽ അത്രയും കിട്ടത്തില്ല. ഇനിയും നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ ഒരു ഭാഗവും ഇതുപോലെ നല്ല ക്ലിയർ ആക്കി നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിലും നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മൾ ഇതുപോലെ നല്ല ഷേപ്പ് ചെയ്ത് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി. ഇനി നമുക്ക് ബാക്കി ഭാഗങ്ങളും യോജിപ്പിച്ച് കൊടുക്കണേ. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഈ ഒരു ഭാഗം തമ്മിൽ നമ്മൾ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് കൊടുക്കുകയാണ്. ഇവിടെ വരെ നമുക്ക് പെന്നിട്ട് മാർക്ക് ചെയ്യാം. ബാക്കി നമ്മൾ ഇതുപോലെ ചോക്ക് കൊണ്ടുമാണ് മാർക്ക് ചെയ്ത് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിനി ഈ ഒരു ഭാഗം ഇതുപോലെ ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്രോച്ച് ഏരിയ ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഒക്കെ നമ്മൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടതെന്നെല്ലാം നമ്മുടെ ഈ വീഡിയോസിൽ പറയുന്നുണ്ട്. അപ്പം നമുക്ക് സ്വന്തമായിട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ ക്ലോത്തിലേക്ക് ഇങ്ങനെ എങ്ങനെയാണോ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾക്ക് തയ്യൽ തുമ്പെല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഒരു 42 ഇഞ്ച് ഹിപ്പ് അളവുള്ളവർക്ക് വരെ ഈ ഒരു മെത്തേഡിൽ കട്ട് ചെയ്താൽ നല്ല നീറ്റായിട്ട് കിട്ടുവേ. അപ്പം 36, 38, 40 വരെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് നമ്മൾ എങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ബാക്കി ക്ലോത്ത് അത് നമുക്ക് വേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ബോട്ടം ഭാഗം നമ്മൾ ഇതുപോലെയാണ് ഇപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്.
ഇനി ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പം ഈ ഒരു പേപ്പറിൻ്റെ ഭാഗം എന്നിട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ ഇതുപോലെ ഇപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് വേണ്ടതാണ്. അപ്പം നമ്മളിവിടെ ഒരു സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്, നമുക്ക് മാറിപ്പോകാതിരിക്കാനാണ്. എന്നിട്ട് ഈ ഒരു ക്ലോത്തിൻ്റെ ഭാഗവും ഇതുപോലെ പിടിച്ച് നമ്മൾ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. ഇത് നമ്മളുടെ പിന്നിങ്ങനെ റിമൂവ് ചെയ്യുന്നു. താഴത്തെ പേപ്പർ നമുക്കങ്ങ് മാറ്റാവേ. അപ്പം നമുക്ക് ഈ ഒരു 2 പോർഷനാണ് ഇപ്പം നമുക്ക് വേണ്ടത്. ഇനി ബാക്കിയുള്ളത് ക്ലോത്തിലാണ് നമ്മൾ ഇനിയും കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് ഇങ്ങനെ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്ത ഈ പോർഷനെ നമ്മൾ ക്ലോത്തിലേക്കാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത്രയും ഭാഗം നമുക്ക് ചുരുക്കിനായിട്ട് കിട്ടുവേ. അപ്പം നമുക്ക് ഈ പറഞ്ഞ രീതിയിലാണ് ക്ലോത്ത് വാങ്ങിക്കുന്നതെങ്കിൽ ഇതുപോലെ കിട്ടുവേ. ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ഓരോ പാർട്ടായിട്ട് നമ്മളുടെ ബോഡിയിലേക്ക് വരുമ്പോഴത്തേന് നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഭാഗത്തെ ക്ലോത്ത് കട്ട് ചെയ്യാവേ. നമ്മുടെ ഈ ബാലൻസ് ക്ലോത്തിനെ എടുത്ത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ 4 പീസസ് വേണേ. അപ്പം നമ്മൾക്ക് നല്ല വീതിയുള്ള ക്ലോത്തൊക്കെ വാങ്ങിക്കണമെന്ന് പറയുന്ന ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. ഒരു 43 ഇഞ്ച് 44 ഇഞ്ച് വീതിയുള്ള ക്ലോത്ത് വാങ്ങിച്ചോണം. 2 മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം. 2.5 മീറ്റർ ക്ലോത്ത് ആണെങ്കിൽ നമുക്ക് ലാവിഷായിട്ട് കട്ട് ചെയ്യാം, കുറച്ചുകൂടെ ചുരുക്ക് കൂടുതലും കിട്ടും. അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ക്ലോത്ത് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് ഇതുപോലെ 4 പീസസായിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിലേക്ക് നമ്മളുടെ ഈ പേപ്പർ കട്ടിങ് ഇങ്ങനെ എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഈ ഒരു സൈഡിൽ നമ്മൾ ആ സ്മോൾ കട്ട് ഇട്ട് കൊടുത്തിരിക്കുന്ന സൈഡാണ് ഈ ഒരു നമ്മളുടെ ഈ ഒരു സൈഡിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ ഒരല്പം ക്ലോത്ത് ഇങ്ങനെ ഒരു 1/2 ഇഞ്ച് ക്ലോത്ത് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിച്ചിങ്ങിനായിട്ട് നമ്മുടെ തയ്യൽ തുമ്പിനായിട്ടുള്ളതാണ്. ഇങ്ങനെ നമ്മളൊന്ന് ക്ലോത്ത് നീട്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മൾ എങ്ങനെയാണോ നമ്മുടെ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ അങ്ങ് ട്രേസ് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നല്ല നീറ്റായിട്ട് നമ്മളിപ്പം ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ പേപ്പർ റിമൂവ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. വീതി കുറഞ്ഞ ക്ലോത്താണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെയും അറ്റാച്ചൊക്കെ ചെയ്തു കൊടുക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് വീതിയുള്ള ക്ലോത്ത് വാങ്ങിക്കണമെന്ന് പറയുന്നത്. അതുപോലെ തന്നെ വീതിയുള്ള ക്ലോത്ത് ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ കോണോട് കോൺ ഇടുമ്പോഴൊക്കെ നല്ല വീതിയിൽ കിട്ടത്തുള്ളൂ, നല്ല നീറ്റായിട്ട് നല്ല ഇറക്കം നമുക്ക് കിട്ടത്തുള്ളൂ. ഇനിയൊരു ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം. ഇതും നമുക്കിപ്പം 4ആയിട്ടാണ് നമ്മൾ ക്ലോത്തിനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 പീസസാണ് നമുക്കിപ്പോൾ ഇവിടെ ഇങ്ങനെ ലഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഈ പേപ്പർ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ആ പേപ്പറിന് നമ്മളൊരു സ്മോൾ കട്ടിട്ട് കൊടുത്തിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ അത് നമ്മൾ ഇവിടേക്ക് വരാൻ വേണ്ടിയാണ് ആ സ്മോൾ കട്ടിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് അതേപോലത്തെ കട്ട് തന്നെ നമ്മളുടെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുക്കണേ. ഈ 4 പീസസ് കൂടി ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. ഇനി സ്മോൾ കട്ടിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ തീർത്തും സ്മോൾ കട്ട് തന്നെ ആയിരിക്കണം, ഒത്തിരി ഒന്നും കയറിപ്പോകരുത്. നമ്മളിതുപോലെ ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് മാറിപ്പോകത്തൊന്നുമില്ല, നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇനി ഇതിനെ ഒന്ന് നിവർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ശരിക്കും കൺഫ്യൂഷൻ ആകുക. നമ്മളൊരു പട്ടം ഇങ്ങനെ കൂർത്തിരിക്കുന്നത് പോലെ ഒരു പട്ടത്തിൻ്റെ രീതിയിലേക്കാണ് നമുക്കിത്. ഞാനിത് എപ്പം കട്ട് ചെയ്യുമ്പോഴും എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് നമ്മളുടെ പട്ടമാണ്. അപ്പം ഇങ്ങനെ നമ്മൾ ഇതുപോലെ 2 പീസസായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ക്ലോസ് ആയിട്ടായിരിക്കും നമ്മളിങ്ങനെ ക്ലോത്ത് ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്നത്. അത് നമ്മൾ ഇതുപോലെ ഓപ്പണാക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് 2 പീസസായിട്ട് നമ്മളുടെ ഈ ഒരു പോർഷൻ ഇങ്ങനെ മാറുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ നല്ല വശത്തിലേക്കാണ്, അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴൊക്കെ നോക്കിക്കോണേ, നല്ല വശത്തിലേക്ക് ആണ് നമ്മളിനി അറ്റാച്ചൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നമ്മളുടെ ഇനി ഈ പീസസ് നമ്മളിനി വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്.
അപ്പോൾ ഇങ്ങനെ എടുത്ത് നമ്മൾ ഈ സ്മോൾ കട്ടിട്ടിരിക്കുന്ന ഭാഗങ്ങൾ തമ്മിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്കും നമ്മൾ ഇങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു ഭാഗം എങ്ങനെയാണോ വെച്ച് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ ഒരു സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മളിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് 2 പീസസും നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡുകളും ഈ ഒരു സൈഡും ക്രോച്ചേറിയാണ് ഇവിടെ അവിടവും നമ്മളിതിൻ്റെ ഇപ്പുറത്തെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡും നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുക. എല്ലാ സ്റ്റിച്ചും നമ്മൾ 2 ടൈംസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്തിരിക്കുന്ന ഈ അറ്റാച്ച് ചെയ്തിടമൊക്കെ നമ്മളൊന്ന് പ്രസ് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുത്തേക്കണേ. എന്നിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ച് ഇതിനെ കറക്റ്റ് സെൻറ്ററിലേക്ക് കണ്ടോ ഇങ്ങനെ നമ്മൾ തിരിച്ചെടുക്കുക. അപ്പം നമ്മുടെ ക്രോച്ച് ഏരിയ നമ്മുടെ സെൻറ്ററിൽ വന്നു. എന്നിട്ട് നമ്മൾ ഇനിയും ബോട്ടം ഭാഗം എടുക്കുക. നേരെ ബോട്ടം ഭാഗം എടുത്തതിന് ശേഷം ആ ബോട്ടം ഭാഗം നമ്മൾ 2 ടൈംസ് ഇവിടെ നമ്മൾ വളരെ ഇതുപോലെ ചെറുതായിട്ട് അങ്ങ് മടക്കി കൊടുത്തേച്ചാൽ മതിയേ. 2 ടൈംസ് നമ്മളിങ്ങനെ മടക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു സൈഡിൽ തുടങ്ങി അടുത്ത സൈഡ് വരെ ഇതുപോലെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു വശത്ത് നിന്ന് അടുത്ത വശം വരെയും നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. 2 സൈഡും നമ്മൾ 2 ടൈംസ് സ്റ്റിച്ച് ചെയ്ത് മടക്കി സ്റ്റിച്ച് ചെയ്തൊക്കെ എടുത്തോണേ ബോട്ടം ഭാഗമേ. നമ്മളിപ്പോൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ക്രോച്ച് ഏരിയ സ്റ്റിച്ച് ചെയ്ത് 2 ടൈംസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ വണ്ണം കുറവ് ഉള്ളവരാണെങ്കിൽ ഏറെ തയ്യൽ തുമ്പിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്തോണം. അതാണ് നമ്മൾ ഈ ക്രോച്ച് ഏരിയയുടെ ഭാഗത്ത് ആ ഒരു ഭാഗം ചെയ്യാനുള്ളത്. ഇനി ഈ ക്രോച്ച് ഏരിയയുടെ ലെങ്തിന് മുകളിലേക്ക് നമുക്ക് ഇങ്ങനെ 2 പീസസ് കൂടെ ബെൽറ്റ് വെച്ച് കൊടുക്കാനുണ്ട്. അത് നമ്മളിങ്ങനെ കറക്റ്റായിട്ട് നമുക്കിപ്പം ഏറെ ക്ലോത്ത് ഉണ്ടായിരുന്നത് കൊണ്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ ക്ലോത്തുകളെ തമ്മിൽ അറ്റാച്ച് ചെയ്തൊക്കെ എടുക്കേണ്ടതായിട്ട് വരുവേ. എന്നിട്ട് വേണം ഇങ്ങനെ ബെൽറ്റ് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. നമ്മൾക്കിപ്പം കറക്റ്റായിട്ട് 2 പീസസ് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അതും നല്ല വശങ്ങൾ തമ്മിലായിരിക്കണം ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കേണ്ടത്. ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം നമുക്ക് ഈ ക്രോച്ച് ഏരിയയുടെ ലെങ്താണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു താഴെ ഭാഗത്ത് നമുക്കിപ്പോൾ ഒരു 10.5 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കൊരു 15 ഇഞ്ചോളം ആയിരിക്കണം ക്രോച്ച് ഏരിയ കിട്ടേണ്ടത്. നമുക്ക് ഈ ഒരു അളവുകാർക്ക് മിക്കവർക്കും ഒരു 14.5 അല്ലെ 15 ഇഞ്ചോളം വേണം. അപ്പം നമുക്ക് ഈ 10.5യുടെ ബാലൻസ് ഉള്ളത് ഇവിടെ കിട്ടണം. അപ്പം നമ്മൾ ഈ 10.5യിൽ നിന്ന് നമുക്ക് 15 ഇഞ്ച് എവിടെ വരുന്നോ അവിടം വരെയാണ് നമുക്കിങ്ങനെ കിട്ടേണ്ടത്. ബാക്കി ഭാഗം നമ്മൾ അകത്തേക്ക് മടക്കി കൊടുക്കണം. അതുകൊണ്ട് നമ്മളൊരു 6 ഇഞ്ചോളം ഒക്കെ ലെങ്താണ് നമ്മളിങ്ങനെ കിട്ടേണ്ടതെങ്കിൽ നമ്മളൊരു 8 ഇഞ്ചോളം എടുത്തായിരിക്കണം ലെങ്ത് കൊടുത്ത് ബാക്കി ഭാഗം മടക്കി കൊടുക്കേണ്ടത്. അപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഈ ഒരു ഭാഗത്ത് ഓപ്പണൊക്കെ ഇട്ട് കൊടുത്ത് അതിനകത്തൂടെ വള്ളി ഇട്ട് കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്ത് നമ്മളിപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. നമുക്കിപ്പോൾ 6 ഇഞ്ചാണ് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ കിട്ടിയിരിക്കുന്നത്. ബാക്കി ഭാഗം നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. വിഡ്ത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ 24 ഇഞ്ചോളമാണ്, 23.25 ഇഞ്ചോളമാണ്, 24 കൂട്ടിക്കോ, 24 ഇഞ്ചോളമാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പം നമുക്ക് സൈഡൊക്കെ മടക്കാനായിട്ട് ഒരു 26 ഇഞ്ചോളമൊക്കെ ഒരു സൈഡിൽ എങ്ങനെ കിട്ടുന്ന രീതിയിൽ നമ്മൾ വിഡ്ത്ത് കട്ട് ചെയ്യുമ്പോൾ എടുത്തോണേ. അപ്പം ഇതും നമുക്ക് 42 വരെയുള്ളവർക്കൊക്കെ ഈ ഒരു അളവൊക്കെ മതി. ഇനി നമുക്കൊരു 36 ഇഞ്ച് ഹിപ്പ് അളവുള്ളെങ്കിൽ ഈ എടുക്കുന്ന ബെൽറ്റിൻ്റെയും അളവ് അങ്ങ് കുറയ്ക്കുക. വീതി ഇപ്പം 24 എന്നുള്ളത് നമുക്കൊരു 20 ഇഞ്ച് 21 ഇഞ്ചൊക്കെ എടുത്താൽ മതി. അപ്പം അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ് അതിലും ചെയ്യേണ്ടത്. അപ്പം ഇനിയും ചുരുക്കിടുമ്പോൾ നമ്മൾ ഈ ബെൽറ്റിൻ്റെ അളവിനനുസരിച്ചല്ലേ ചുരുക്കിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ ചുരുക്കിട്ട് കൊടുക്കണം. നമ്മളുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത്രയും മാത്രം ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ 2 ആയിട്ട് അങ്ങ് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതാണ് നമ്മുടെ ബാക്ക് പോർഷൻ വരുന്നത്. ഏറെ ചുരുക്കിട്ട് കൊടുക്കുന്നിടം ഫ്രണ്ട് പോർഷനുമായിട്ടും വരുവേ. ആ രീതിയിൽ നമ്മളിങ്ങനെ ചെയ്തെല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ക്രോച്ച് ഏരിയ 15 ഇഞ്ചോളം നമുക്കിങ്ങനെ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ കിട്ടിയിട്ടുണ്ട്. ആ രീതിയിൽ ഇപ്പം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് വിഡ്ത്ത് ഒരു 24 ഇഞ്ചോളം
നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും വിഡ്ത്ത് വേണ്ടാത്തവർ ആ ബെൽറ്റിന് വിഡ്ത്ത് കുറയ്ക്കുക, എന്നിട്ട് ചുരുക്ക് കൂടുതൽ താഴെ ഇട്ട് കൊടുക്കുക. അതൊക്കെ ചെയ്താൽ മതി. അപ്പം ചുരി ബോട്ടം നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുക. വളരെ നീറ്റായിട്ട്. നമ്മളിതൊരു ലാർജ് അളവുകാർക്കുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു മീഡിയം തൊട്ട് ലാർജ് വരെയുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ തയ്യൽ തുമ്പൊക്കെ കയറ്റിയിടുക. ബെൽറ്റ് കട്ട് ചെയ്യുന്നിടത്ത് നമ്മൾക്ക് 24 എന്നുള്ളത് അത് 21 20 ഒക്കെ ബെൽറ്റിന് വീതി കൊടുക്കുക. ഇത് ബാക്കി മുഴുവൻ ചുരുക്കിലേക്ക് ആക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്താൽ ഇത് ഇങ്ങനെ ഈ പറഞ്ഞിരിക്കുന്ന അത്രയും സൈസുകാർക്ക് ചെയ്തെടുക്കാവേ. ഇപ്പം ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നതാണ് ബാക്ക് പോർഷനായിട്ട് വരുന്നത്. ഫ്രണ്ട് പോർഷനിലായിരിക്കണം ഏറെ ചുരുക്ക് വരുന്ന ഭാഗം വരേണ്ടത്. അപ്പോൾ ആ രീതിയിൽ നമ്മളിങ്ങനെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നല്ല വൃത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും നമുക്ക് ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഇൻസ്റ്റയും ഉണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, ത്രെഡ് ആൻഡ് ടച്ച് എന്ന് തന്നെയാണ്. അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.